ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചുവടുപിടിച്ച് സംസ്ഥാനത്ത് ആദ്യമായാണ് കുട്ടികൾക്കായുള്ള കമ്മീഷന് രൂപം നൽകുന്നത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണിത്. 7 അംഗങ്ങളുള്ള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സണായി മുൻ ചീഫ് സെക്രട്ടറി നീലഗംഗാധരനെ സർക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് 6 അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വീതം വെപ്പ് നടക്കുന്നതായി ആരോപണമുയരുന്നത്. മത സമുദായങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമനം നടക്കുന്നതായിട്ടുള്ള ഒരു പരാതി തന്നെയാണ് പല മേഖലയിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മന്ത്രി M.K. മുനീറിന്റെ ഓഫീസിൽ വെച്ച് കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. കുട്ടികളുടെ ക്ഷേമത്തിനായി 10 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള വ്യക്തികളാണ് സംസ്ഥാന കമ്മീഷൻ അംഗങ്ങളായി അപേക്ഷിക്കേണ്ടത്. ഒഴിവാക്കപ്പെട്ട പലരും നിലവിലെ പട്ടികയിൽ കയറിപ്പറ്റിയവരെക്കാൾ യോഗ്യതയുള്ളവരാണെന്നാണ് സൂചന. വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കമ്മീഷനുകളെ അപേക്ഷിച്ച് കൂടുതൽ അധികാരങ്ങളാണ് ബാലാവകാശ കമ്മീഷന് നൽകിയിട്ടുള്ളത്. അംഗങ്ങൾക്ക് സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റാങ്ക് ഉൾപ്പെടെയുള്ള പരിഗണനകളാണ് ലഭിക്കുന്നത്. കമ്മീഷന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകാനാണ് സാധ്യത. രാഷ്ട്രീയ വീതം വെപ്പുകൾ ബാലാവകാശ കമ്മീഷന്റെ ലക്ഷ്യം തന്നെ തകർക്കുമെന്ന ആശങ്കയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ളത്. സന്ധ്യ ലക്ഷ്മണൻ, മീഡിയ 1, കൊച്ചി.